തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളിയ മെഡിക്കൽ മാലിന്യം നീക്കം ചെയ്യാൻ കേരള തമിഴ്നാട് സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു. തിരുനെൽവേലിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്ത ശേഷമാണ് നടപടികൾ തുടങ്ങിയത്. മാലിന്യ നീക്കത്തിന് JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തമിഴ്നാട് വിട്ടു നൽകിയിട്ടുമുണ്ട്. തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് ഓവിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഉൾപ്പെടെ ഏകദേശം 70 പേരോളം അടങ്ങുന്ന സംഘമാണ് തിരുനെൽവേലിയിൽ എത്തിയിരിക്കുന്നത്. അതേസമയം മാലിന്യം തള്ളിയ സംഭവത്തിൽ 2 പേരെ കൂടി തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. തിരുനെൽവേലിയിൽ മാലിന്യം നീക്കാൻ തുടങ്ങിയ 2 ഇടങ്ങളിലും ന്യൂസ് 8ന്റെ സംഘം ക്യാമ്പ് ചെയ്യുകയാണ്. തുടക്കം മുതൽ ഈ വാർത്തയ്ക്കൊപ്പം ഞങ്ങളുണ്ട്. തിരുനെൽവേലിയിലെ വിവിധ പ്രദേശങ്ങളിലായി തള്ളിയ മാലിന്യം നീക്കം ചെയ്യാൻ വളരെ ശ്രമകരമായ ദൗത്യമാണ് ഉണ്ടാവുന്നത്. 2 സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയ ആഭ്യന്തര സംഘർഷം ഉണ്ടാകുന്ന വിഷയത്തിൽ വേഗത്തിലുള്ള ആർജവമുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വേഗത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുന്നത്. പളവൂരിലും കല്ലവൂരിലുമാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്യുന്നത്. പി വി അരുൺ ചേരുന്നു. അരുൺ, 70 അംഗ സംഘം കേരളത്തിൽ നിന്നുണ്ട്. തമിഴ്നാടും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. എന്താണ് മാലിന്യ നീക്ക നടപടികൾ ആരംഭിച്ചോ? എങ്ങനെയാണ് ആക്ഷൻ പ്ലാൻ? സജിത്ത്, വളരെ വേഗത്തിൽ നടപടികൾ പുരോഗമിക്കുന്നു. ഇന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ സംസ്ഥാനത്തിന് ഈ മാലിന്യം നീക്കം ചെയ്യാൻ നൽകിയ സമയം അവസാനിക്കുന്നതെന്ന് വൈകിട്ടോടുകൂടിയാണ് 3 ദിവസത്തിനുള്ളിൽ നീക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ നടുക്കല്ലൂരിൽ 6 ഇടത്താണ് വലിയ രീതിയിൽ ആശുപത്രി മാലിന്യങ്ങൾ, മെഡിക്കൽ മാലിന്യങ്ങൾ അടക്കം കൊണ്ട് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ട് തള്ളിയത്. ഇപ്പോൾ ഞാനുള്ളത് കല്ലൂർ നമ്മൾ ഇന്നലെയും കന്നുകാലികളൊക്കെ ഈ മാലിന്യങ്ങൾ തിന്നുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് കല്ലൂർ. ഏറ്റവും വലിയ മാലിന്യ മല ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാം. നമ്മൾ നേരത്തെ കണ്ട അപ്പുറത്തേക്ക് വലിയ കുഴികളാക്കി, വലിയ കുഴികളെടുത്ത് വലിയ വീതിയിലും നീളത്തിലും കുഴികളെടുത്ത് അവിടെ മാലിന്യങ്ങൾ തള്ളിയ സ്ഥലത്ത് 2 JCBകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മുകളിൽ ഒരിടത്തു കൂടി ഇതേ കല്ലൂരിൽ പണി നടക്കുന്നുണ്ട്. കൊണ്ടാനഗരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം. അവിടെയാണ് കൂടുതൽ കത്തിച്ച് കളഞ്ഞത്. ഇവിടെ ഒരു ജലാശയം പോലെ തോന്നുന്ന പ്രദേശമുണ്ട്. ഇത് തൊട്ട് അപ്പുറത്താണ് ഈ വെള്ളവും അതൊക്കെ കലർന്നു കിടക്കുകയാണ്. ഏതാണ് ഈ വെള്ളവും മാലിന്യം നിന്നൊഴുകുന്ന വെള്ളവും ഒക്കെ കലർന്നു കിടക്കുന്നു. കന്നുകാലികൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നതുമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. കൊണ്ടാനഗരമാണ് മറ്റു സ്ഥലം. കൊണ്ടാനഗരത്തിൽ ആ രീതിയിൽ മാലിന്യം വലിയ കത്തിച്ച് കളഞ്ഞ ഒരു സ്ഥലമാണ്. വളവൂരാണ് മറ്റു പ്രധാനപ്പെട്ട മാലിന്യ നിക്ഷേപ സ്ഥലം. അവിടെയും ആ രീതിയിൽ ഈ കല്ലൂരിൽ മാത്രം 3 ഇടങ്ങളിലാണ്, 3 സ്പോട്ടുകളിലാണ് മാലിന്യം. ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിസ്ഥലത്തിന് സമീപത്തടക്കം, ഫാമിന് സമീപത്തടക്കം മാലിന്യം നിക്ഷേപിച്ചിരുന്നു. അവിടെയൊക്കെ ഇതേ സമയത്ത് തുടർച്ചയായ 16 വലിയ വാഹനങ്ങളാണ് നഗരസഭയുടെയും അതുപോലെ തന്നെ ക്ലീൻ കേരള കമ്പനിയുടെയും വാഹനങ്ങളാണ് മാലിന്യം കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ളത്. ഈ JCBകളൊക്കെ തമിഴ്നാട് സർക്കാർ വിട്ടു നൽകിയതാണ്. ആ JCB ഉപയോഗിച്ചാണ് പണി നടക്കുന്നത്. സംസ്ഥാനത്ത് 70 അംഗ സംഘം, 20 ഉദ്യോഗസ്ഥരുടെ 20 അംഗ സംഘവും മറ്റ് ശുചീകരണ തൊഴിലാളികളടക്കമുള്ളവരുടെ 50ഓളം വരുന്ന സംഘവും വാഹനങ്ങളുമാണ് എത്തിയത്. തമിഴ്നാടും സമാനമായ വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തെ റവന്യൂ, പോലീസ്, ആരോഗ്യ വിഭാഗം, അതുപോലെ തദ്ദേശ വകുപ്പ് അടക്കമുള്ള വലിയ സംഘത്തെ തമിഴ്നാട് സർക്കാരും നിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്രദേശത്തിന്റെ ഒരു വ്യാപ്തി ഒന്നുകൂടി വ്യക്തമാക്കാം. വലിയ ഏക്കർ കണക്കിന് തരിശു ഭൂമിയാണ്, അല്ലെങ്കിൽ ആൾപ്പാർപ്പില്ലാത്ത, ജനവാസമില്ലാത്ത കാലികളെ മേയാൻ മാത്രം ആളുകൾ ഇവിടെ വരുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ രീതിയിൽ ഇതിന്റെ ഒരു വിസ്തൃതി. ഹരികൃഷ്ണന്റെ ക്യാമറ ഒരുപക്ഷെ പോയാൽ, ഈ വൈഡ് വിഷനിലേക്ക് പോയാൽ അത്രയധികം പ്രദേശത്താണ് ഇങ്ങനെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ വലിയൊരു പ്രദേശത്ത് വലിയ ഭീമൻ കുഴികളെടുത്ത് ഒരു ഭാഗത്ത് മാലിന്യങ്ങൾ ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിലുണ്ട്. ക്ലീൻ കേരളയുടെ ഉദ്യോഗസ്ഥരൊക്കെ ഈ മാലിന്യങ്ങൾ, നഗരസഭയുടെ ഉദ്യോഗസ്ഥർ മാലിന്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇത് വെറുതെ മറവ് ചെയ്ത് പോവുകയല്ല. ആരുടെ മാലിന്യങ്ങളാണ്, ഇതിന്റെ ഉത്തരവാദി ആരാണ്? ചില RCC അടക്കമുള്ള, കഡൻസ് അടക്കമുള്ള ആശുപത്രികളുടെ ബില്ലുകൾ, അവരുടെ മാലിന്യം ഡിസ്പോസ് ചെയ്യുന്ന ബാഗുകൾ ഒക്കെ ലഭിച്ചിരുന്നു. അവിടെ ഇറങ്ങി പരിശോധിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ. അങ്ങനെ കേരളത്തെ നാണം കെടുത്തിയ, കേരളവും തമിഴ്നാടും ഒരുപക്ഷെ സംഘർഷത്തിന്റെ വക്കിലേക്ക് പോലും എത്താവുന്ന ഒരു വിഷയത്തിൽ അങ്ങനെ കൊണ്ട് നിർത്തിച്ച ഇതിന്റെ ഈ ക്രിമിനൽ ബുദ്ധികൾക്കെതിരെ ശക്തമായ നടപടി കൂടി ഉണ്ടാകുമെന്ന സൂചന. കാരണം ആരുടെ മാലിന്യമാണ്, ഞങ്ങളുടേതല്ല, ഞങ്ങളെല്ലാം വലിയ സംവിധാനങ്ങൾ, ശാസ്ത്രീയ സംവിധാനം ഉണ്ടെന്ന് വെറുതെ പറഞ്ഞു പോയാൽ പോരാ. ആ പറയുന്നവർക്ക് ഇത് തങ്ങളുടെതെല്ലാം തെളിയിക്കാനുള്ള ബാധ്യത കൂടിയുണ്ടത്. IMA ആയാലും, അല്ലെങ്കിൽ ആശുപത്രികളായാലും, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഹോട്ടൽ ശൃംഖലകളായാലും ഒക്കെ അവർക്കൊക്കെ കൃത്യമായ തെളിവുകൾ ഇവിടെ സ്വീകരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അതിനുവേണ്ടി നടപടി ഉണ്ടാകും. നേരത്തെ തമിഴ്നാട് ഈ മാലിന്യം കളയാൻ വന്ന 2 ലോറി ഡ്രൈവർമാർ, സഹായി ഉൾപ്പെടെ 2 പേരെ കസ്റ്റഡി എടുത്തു, ലോറി കസ്റ്റഡി എടുത്തിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഈ മാലിന്യം കൊണ്ടുവന്ന സണ്ണേജ് എന്ന
കമ്പനിയുടെ 2 പ്രതിനിധികളെ, ഒരു കണ്ണൂർ സ്വദേശി അടക്കം 2 പേരെ ഇന്ന് തമിഴ്നാട് പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും. അത്തരത്തിൽ തമിഴ്നാട് സർക്കാർ നടപടികൾ ആ രീതിയിൽ പുരോഗമിക്കുന്നു. കേരള സർക്കാരും കടുത്ത നടപടികളിലേക്ക് തന്നെ പോകും. നഗരസഭ ഇതിനകം ഏജൻസിക്ക് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അനുമതിയില്ലാതെ ഇത് ചെയ്ത കമ്പനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരുടെ ലൈസൻസ് വൈകാതെ റദ്ദു ചെയ്യും. ഇങ്ങനെ കൃത്യമായി ആരുടെ മാലിന്യങ്ങളാണെന്ന് കൂടി കണ്ടെത്താനുള്ള പരിശോധനകളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ എടുത്തു പറയണം. തമിഴ്നാടിന്റെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അവരുടേതല്ലാത്ത ഒരു തെറ്റാണ്, കേരളത്തിൽ നിന്ന് ആരോ ചെയ്ത തെറ്റാണ്. അങ്ങനെ വരുമ്പോൾ ആ മാലിന്യം നീക്കാൻ അവർ ഈ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഈ മാലിന്യങ്ങൾ കേരളത്തിൽ കൊണ്ട് തള്ളുമെന്ന് തമിഴ്നാട് സർക്കാർ ഒരു ഘട്ടത്തിലും പറഞ്ഞില്ല. വളരെ സംയമനത്തോടുകൂടിയുള്ള, വളരെ സമയത്തോടുകൂടിയുള്ള പരസ്പര ബഹുമാന സമീപനമാണ് 2 സർക്കാരുകളും സ്വീകരിച്ചത്. കേരളത്തിന്റെ ഈ ഉദ്യമത്തിന്, കേരളത്തിന്റെ പശ്ചാത്താപത്തിന് തമിഴ്നാട് എല്ലാ പിന്തുണയും നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ന് രാവിലെ കല്ലൂരിലെ സ്കൂളിൽ കാണുമ്പോൾ വലിയ ഉദ്യോഗസ്ഥർ, 100-ലേറെ വരുന്ന ഉദ്യോഗസ്ഥങ്ങൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ സംഘമാണ് അവിടെ. പോലീസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘമാണ് അവിടെ ക്യാമ്പ് ചെയ്തത്. അവരാണ് ഇത് കേരളവുമായി സഹകരിച്ചത്. കേരളത്തിന്റെ അസിസ്റ്റന്റ് കളക്ടർ സാക്ഷിയുടെ തിരുവനന്തപുരം അസിസ്റ്റന്റ് കളക്ടർ സാക്ഷിയുടെ നേതൃത്വത്തിൽ സംഘം വരുമ്പോൾ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സ്വീകരിക്കാനും ആ ചർച്ചകൾക്കുമായി വലിയൊരു ഏതാണ്ട് അരമണിക്കൂർ നീണ്ട ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വിവിധ സ്ഥലങ്ങളിലേക്ക്, 6 ഇടങ്ങളിലേക്ക് ഈ മാലിന്യം നീക്കാൻ വേണ്ടി സംഘം മാറിയത്. വളരെ കൃത്യമായ സഹകരണം, ഏകോപനം തമിഴ്നാടിന്റെ ഭാഗത്തും ഉണ്ടാകുന്നു. JCB ഉൾപ്പെടെയുള്ളവ നൽകുന്നത് തമിഴ്നാടാണ്. വലിയ ചെലവ്, ഭീമമായ ചെലവ് ഈ ഉദ്യമത്തിന് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിന്റെ ചെലവ് ഈ കമ്പനികൾ ഈടാക്കാൻ സർക്കാർ ഇപ്പോൾ തന്നെ കമ്പനികളിൽ നിന്നും അതുപോലെ തന്നെ ഈ മാലിന്യം തള്ളിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കാൻ സർക്കാർ ഇതിനകം നടപടികൾ തുടങ്ങിയതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഇത്രയധികം സമയം നമ്മൾ നടക്കുന്ന ഈ ദൂരം അത്രയും മാലിന്യമാണ്. അത് താഴെ കുഴിയെടുത്ത് ജലാശയം പോലെ കാണുന്ന ഭാഗത്ത് മുകളിലൊക്കെ ഈ രീതിയിൽ മാലിന്യം നിക്ഷേപിക്കുകയാണ്. അത് ഓരോന്നായി മാറ്റുകയാണ്. കേരളത്തിൽ നിന്ന് വന്ന വാഹനങ്ങളിലേക്ക് ഈ മാലിന്യങ്ങൾ മാറ്റുകയാണ്. ബ്രഹ്മപുരത്തേക്ക് ഇത് കൊണ്ടുപോകുമെന്ന സൂചന. ബ്രഹ്മപുരത്തെ IMAയുടെ പ്ലാന്റിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ പാലക്കാട്ട് IMAയുടെ ഇമേജിന്റെ പ്ലാന്റിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലെത്തിച്ച് ഓരോ മാലിന്യവും അത് അർഹിക്കുന്ന തരത്തിലുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സംസ്കരിക്കാനാണ് സംസ്ഥാനം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അരുൺ, ഈ തമിഴ്നാട്ടിൽ BJP ആണ് ആദ്യം ഈ വിഷയം ഉയർത്തിയത്. അതായത് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി ഇത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ മാലിന്യ നീക്ക നടപടികളിൽ ഇപ്പോൾ അരുണിന്റെ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ അടക്കം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു രാഷ്ട്രീയമായ പ്രതികരണവും നീക്കങ്ങളും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവിക്കുന്നത്? രാഷ്ട്രീയ ഒരു രംഗത്തെ ഒരു ഇടപെടലൊന്നും നമ്മൾ ഇന്നലെ വന്നപ്പോൾ മുതൽ ഇവിടെ കാണാനില്ല. നമ്മൾക്ക് സഹായവുമായി അല്ലെങ്കിൽ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നത് നാം തമിഴർ കക്ഷിയുടെ സീമാന്റെ നാം തമിഴർ കക്ഷിയുടെ ഒരു പ്രതിനിധിയാണ്, ഒരു പ്രവർത്തകനാണ്, നിയോജക മണ്ഡലം പ്രവർത്തകനാണ്. അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ ഇടപെടൽ നമുക്കിവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആദ്യഘട്ടത്തിലൊക്കെ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ അണ്ണാമലയെ പോലുള്ള BJPയുടെ നേതാക്കളിൽ നിന്നുണ്ടായെന്ന് ഒഴിച്ചാൽ വളരെ സംയമനത്തോട് തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയവും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് വേണം നമുക്ക് നന്ദിയോടെ സ്മരിക്കേണ്ടത്. കാരണം സ്റ്റേറ്റ് ലെവൽ നേതാക്കളൊന്നും ഇവിടെ ആ രീതിയിൽ വരികയോ അല്ലെങ്കിൽ സമരങ്ങളിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടി എന്നത് വസ്തുതയാണ്. അത് സംസ്ഥാനം അംഗീകരിച്ചു. സംസ്ഥാനത്തിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ ചില വ്യക്തികളുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. അത് കേരളം അത് ഏറ്റുപറഞ്ഞു, തെറ്റ് ഏറ്റുപറഞ്ഞു. ഹരിത ട്രിബ്യൂണലിലും അത് പറഞ്ഞു. എങ്ങനെ സംസ്കരിക്കുമെന്ന കാര്യത്തിലൊക്കെ കൃത്യമായ മറുപടി ദേശീയ ഹരിത ട്രിബ്യൂണലിന് സംസ്ഥാനം നൽകി. തമിഴ്നാട് സർക്കാരിനും സ്വാഭാവികമായി മറുപടി നൽകിയിട്ടുണ്ടാകണം. 2 ജില്ലാ ഭരണകൂടങ്ങളും തിരുനെൽവേലിയും അതുപോലെ തന്നെ തിരുവനന്തപുരവും 2 ജില്ലാ ഭരണകൂടങ്ങൾ തമ്മിലുള്ള കൃത്യമായ ആശയവിനിമയം നടന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ അതിപ്രസരമോ അല്ലെങ്കിൽ അത് ആദ്യഘട്ടത്തിലുള്ളതുപോലുള്ള കുറച്ച് വൈകാരികമായ പ്രതികരണങ്ങളൊന്നും നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. വളരെ സംയമനത്തോടെ തന്നെയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളും ഈ 2ാം ഘട്ടത്തിൽ ഈ വിഷയത്തെ ഏറ്റെടുത്ത് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. യെസ്, അതാണ് സാഹചര്യം. അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എവിടേക്ക് കൊണ്ടുപോയി മാറ്റുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അരുൺ പറഞ്ഞതുപോലെ തരംതിരിച്ച് സംസ്കരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് പാലക്കാട്ടിലെ ഇമേജിന്റെ പ്ലാന്റിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബ്രഹ്മപുരം പോലെയുള്ള കേരളത്തിന്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. അപ്പം ഇനി ഇങ്ങോട്ടേക്ക് പരസ്പരമുള്ള കുറ്റം പറയലുകൾക്കപ്പുറം അതിർത്തി കടന്ന് മാലിന്യം പോവാതിരിക്കാനുള്ള ജാഗ്രത കാട്ടുമെന്ന ഉറപ്പ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടോ? ഈ ഒരു സംഭവം ഇതിങ്ങനെ സംഭവിച്ചു, അതിനപ്പുറത്തേക്ക് ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്?
അതാണ് ഇനി അറിയേണ്ട കാര്യം. എങ്ങനെയാണ് ഇത് അതിർത്തികൾ ചെക്ക് പോസ്റ്റുകൾ കടന്ന് വരുന്നത്? നമുക്കറിയാം കളിക്കാവിളയിലെയും നമ്മുടെ അതിർത്തിയുണ്ട്. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ അവരുടെ ചെക്ക് പോസ്റ്റുകളുണ്ട്. അതെല്ലാം കടന്നാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ എത്തേണ്ടത്. സ്വാഭാവികമായും അംഗീകൃത ഏജൻസികൾക്ക് ആ രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ടുവരാൻ അനുമതിയുണ്ട്. ഒരുപക്ഷെ ആ പാസിന്റെയൊക്കെ ബലത്തിലാകാം, മറവിലാകാം സംസ്ഥാനത്തു നിന്നുള്ള അല്ലെങ്കിൽ തലസ്ഥാനത്തു നിന്നുള്ള ജൈവ മാലിന്യങ്ങൾ, ഹോട്ടൽ മാലിന്യങ്ങളും ഒക്കെ ആ രീതിയിൽ കൊണ്ടുവരാനുള്ള അനുമതി സ്വാഭാവികം അവർക്കുണ്ടാകും. ലൈസൻസ് ഉള്ള കമ്പനികൾക്ക് അതിന്റെ പാസ്സൊക്കെ നഗരസഭ അടക്കം നൽകുന്നുണ്ടാകും. ആ മറവിലാകാം ഒരുപക്ഷെ ഇത്തരം മാലിന്യങ്ങളിലൂടെ മറവിലാകാം എന്ന് മാത്രമല്ല അങ്ങനെ തന്നെയാണ്. അങ്ങനെ മാലിന്യങ്ങൾ കൊണ്ടുവരുന്നു എന്ന വ്യാജേന തന്നെയാകാം ഒരുപക്ഷെ ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഇനി ഇക്കാര്യത്തിൽ കൂടി കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. നമുക്കറിയാം തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നങ്ങൾ നമുക്കറിയാം. അവിടെ കർശന പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആമേഴഞ്ചാനത്തോട് സംഭവത്തിന് ശേഷവും മറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ അതിനപ്പുറത്തേക്ക് മാലിന്യങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്ന നീക്കങ്ങൾ, കൂടുതൽ പരിശോധനകൾ ഇനി ആവശ്യമാണ് എന്നത് വ്യക്തമാണ്, വസ്തുതയാണ്. നഗരസഭയും പോലീസും ഒക്കെ ഇതിന്റെ നിർണായക റോൾ വഹിക്കേണ്ടവരാണ്. കാരണം ഇനിയും ഇത്തരം ഒരു സംഭവം ഉണ്ടായാലും പക്ഷേ ഇതുപോലെ ആകില്ല തമിഴ്നാട് പ്രതികരിക്കുക. തമിഴ്നാടിന് തിരികെ വേണമെങ്കിലും ആ രീതിയിലൊക്കെ മാലിന്യങ്ങൾ സംസ്ഥാനത്തേക്കും എത്തിക്കാൻ കഴിയും. അത്തരം ഒരു പരസ്പര യുദ്ധസമാനമായ അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടൊരു സാഹചര്യമല്ല തമിഴ്നാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടേക്ക് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുവരാതിരിക്കാനുള്ള കൃത്യമായ പദ്ധതി സർക്കാർ നടപ്പാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തദ്ദേശ വകുപ്പിന് വലിയ റോളുണ്ട് ഇക്കാര്യത്തിൽ, പോലീസിനുണ്ട്, അതുപോലെ നഗരസഭകൾക്കുണ്ട്. അവരാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻ പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ അതിന്റെ പരിഹാരം ഇപ്പോൾ സർക്കാർ കാണുന്നു. പരിഹാരം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത്ര ദിവസം ഇതിവിടെ കിടന്നു, അതിന്റേതായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകണം. ഈ കാലികളടക്കം ഇത് ഭക്ഷിക്കും നമ്മൾ കണ്ടതാണ്. അതിന്റേതായ പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായിരിക്കണം. എങ്കിലും അതിനപ്പുറത്തേക്ക് അധികം ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാതെ, തമ്മിൽ തർക്കിക്കാതെ, വലിച്ചു നീട്ടിക്കൊണ്ടു പോകാതെ ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു മാത്രം പറയണം. അപ്പോഴും സൈ സൂചിപ്പിച്ച പോലെ, ചോദിച്ച പോലെ എങ്ങനെയാണത് ആവർത്തിക്കാതിരിക്കുക? എങ്ങനെയാണ് ഇത്രയധികം മാലിന്യങ്ങൾ ഇവിടേക്ക് എത്തിയത്? ഈ ആശുപത്രികൾക്ക് അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ കയറ്റി അയച്ച ഹോട്ടലുകൾക്ക് അവർക്ക് മറ്റ് കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് ആ രീതിയിലല്ല കാര്യങ്ങളെന്ന് ഇപ്പോൾ മനസ്സിലാക്കണം. പൂർണ്ണമായും ഈ IMAയുടെ പ്ലാന്റിലേക്കല്ല സംസ്ഥാനത്ത് നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങൾ പോകുന്നതെന്ന് വ്യക്തമാകുന്ന സംഭവങ്ങൾ കൂടിയാണിത്. അല്ലെങ്കിൽ അത് മതിയായ അളവിൽ അവിടെ സംസ്കരിക്കാൻ സംവിധാനങ്ങളില്ലേ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും കൂടുതൽ ആലോചനകളും ചർച്ചകളും ഉണ്ടായേക്കാം. ഇത്തരത്തിൽ എത്രയോ നാളുകളായി ഒരു പക്ഷേ ഇങ്ങനെ മാലിന്യം തോന്നും പോലെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാകാം. അതാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത്. അത് ഇനി ആവർത്തിക്കാൻ നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരാണ് അക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകേണ്ടത്.